ബി.ജെ.പിയുടെ നിർണായക കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും സംഘടനാ തിരഞ്ഞെടുപ്പും ചർച്ചയാകും. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ സാന്നിധ്യത്തിലാണ് യോഗം. ഉപതെരഞ്ഞെടുപ്പിൽ വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്നും തന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് വേദനാജനകമെന്നും ബി.ജെ.പി സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരി നേരത്തെ പറഞ്ഞിരുന്നു. ഒന്ന് കേൾക്കാം. ഞാൻ 80 തൊട്ട് ബി.ജെ.പിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥത ഇന്നുവരെ അളക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ചോദ്യം ഒരു സത്യത്തിൽ എന്നെ ഹർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ വിശ്വാസ്യതയും എൻ്റെ ക്രെഡിബിലിറ്റിയും എൻ്റെ സംഘടനാ പ്രവർത്തന പാരമ്പര്യത്തെയും ഹർട്ട് ചെയ്യുന്നൊരു ചോദ്യമാണത്. ആരോപണം ഇപ്പോൾ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായി അവിടെ നിന്നൊരു ആരോപണം ഉയരാനുള്ള സാധ്യതയില്ല. ദീർഘകാലം പാലക്കാട്ടെ ഓരോ ബി.ജെ.പി പ്രവർത്തനമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രവർത്തകനും എന്നെക്കുറിച്ച് അത്തരം ഒരു ആരോപണം ഉന്നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലെബി സജീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെബി സജീന്ദ്രൻ, നമ്മുടെ പ്രഭാരി ജാവദേക്കറിന്റെ സാന്നിധ്യത്തിലാണ് ഈ കോർ കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമോ എന്ന് ചോദിക്കുമ്പോൾ വി മുരളീധരൻ നേരത്തെ പറഞ്ഞത് നോ ഐഡിയ, ഞാൻ മാവിലായിക്കാരന അല്ല എന്ന് പറഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. സംസ്ഥാനത്ത് നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. ഈ വിഷയങ്ങളൊക്കെ ഇന്നിപ്പോൾ കോർ കമ്മിറ്റി സജീവമായി ചർച്ച ചെയ്യുമല്ലോ അല്ലേ? ഡോക്ടർ അരുൺ, തീർച്ചയായും ഈ കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെയായിരിക്കും അത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുക. വി മുരളീധരനാണ് ആദ്യം യോഗസ്ഥലത്തേക്ക് വന്നത്. വളരെ സൂക്ഷിച്ചാണ് മറുപടി പറഞ്ഞത്, നമ്മൾ കണ്ടു. അതിനുശേഷം വന്ന എൻ രാധാകൃഷ്ണനും എം.ടി. രമേശും അവർ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നാണ് നമ്മൾ മറിച്ചൊരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവരും വളരെ സംയമനത്തോടെ സൂക്ഷിച്ച് മറുപടി നൽകി കടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അതിനകത്ത് ഇത് തന്നെ ആയിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറയും. പി.കെ. കൃഷ്ണദാസ് പക്ഷം ഈ പാലക്കാട്ടെ തോൽവിക്ക് ശേഷം ആദ്യം പറഞ്ഞത് കോർ കമ്മിറ്റി പാലക്കാട്ടെ പരാജയം ചർച്ച ചെയ്യാതെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായിരുന്ന സംസ്ഥാന ശില്പശാലയിൽ എല്ലാവരും പങ്കെടുത്തത്. അന്ന് തന്നെ അതൃപ്തിയുണ്ടായിരുന്നു. ആ അതൃപ്തിയെ തുടർന്ന് പി.കെ. കൃഷ്ണദാസ് പക്ഷം അന്ന് മാറി നിന്നാണ്. എം.ടി. രമേശ് പങ്കെടുത്തില്ല, പി.കെ. കൃഷ്ണദാസ് പങ്കെടുത്തില്ല, എൻ രാധാകൃഷ്ണൻ പങ്കെടുത്തില്ല. എന്നാൽ ഇന്ന് ഈ യോഗത്തിൽ എല്ലാവരും ഉണ്ട്. ഇന്ന് യോഗത്തിൽ നിന്ന് മാറി നിൽക്കാനുമാകില്ല. കോർ കമ്മിറ്റി യോഗമാണ്. ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഈ സംഘടനാപരമായ അതൃപ്തികൾ, പാലക്കാട് പരാജയത്തിന്റെ കാരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ എല്ലാം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി, അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറുണ്ട്, അപരാജിത സാരംഗിയുണ്ട്, അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബി.ജെ.പിയിലെ മുഴുവൻ നേതാക്കളുമുണ്ട്. ഇങ്ങോട്ട് സംസ്ഥാന ഭാരവാഹിത്വമുള്ള കേന്ദ്ര ഭാരവാഹിത്വമുള്ള സംസ്ഥാന നേതാക്കളും ഇങ്ങോട്ട് പങ്കെടുക്കാവുന്നതാണ്. അനിൽ ആന്റണി, ടോം വടക്കൻ, അതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടിക്കൊക്കെ വരാവുന്നതാണ്. പക്ഷെ അവരാരും ഇങ്ങോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരത്തെ യോഗത്തിലോ കൊച്ചിയിലെ യോഗത്തിലോ സംയമനം പാലിച്ചവരൊക്കെ ഇന്ന് ഇതിനകത്ത് പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനകത്ത് നിന്ന് സ്വാഭാവികമായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയവുമായി ബന്ധപ്പെട്ട അതൃപ്തികൾ, അസ്വാരസ്യങ്ങൾ, അതുപോലെ തന്നെ സംഘടനാപരമായ അതൃപ്തികളെല്ലാം ഇന്ന് മറനീക്കി പുറത്തു വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഡോക്ടർ അരുൺ. ഓക്കെ, ലെബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൊച്ചിയിലാണ് കോർ കമ്മിറ്റി യോഗം നടക്കുന്നത്. തീർച്ചയായും കെ സുരേന്ദ്രനും ഒരു പക്ഷവും മറുഭാഗത്തുള്ള പി.കെ. കൃഷ്ണദാസ് പക്ഷവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളുടേതായിട്ടുള്ള വാദങ്ങൾ നിരത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിഭാഗീയതയുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് മറുപടിയും പ്രതീക്ഷിക്കുന്നുണ്ട് നേതൃത്വം.